ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികളിലെ പേജ് നമ്പർ 27 ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. റൈറ്റ് 3 അരിത്തമെറ്റിക് സീക്വൻസസ് വിത്ത് ദ സം ഓഫ് ദ ഫസ്റ്റ് 7 ടേംസ് ആസ് 70 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളോട് അരിത്തമെറ്റിക് സീക്വൻസുകൾ എഴുതാനാണ് പറഞ്ഞത്. സമാന്തര ശ്രേണികൾ എഴുതി ഉണ്ടാക്കണം. എത്ര സമാന്തര ശ്രേണികൾ നമ്മൾ സ്വന്തമായിട്ട് എഴുതണം? 3 എണ്ണം എഴുതണം. ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. സം ഓഫ് ദ ഫസ്റ്റ് 7 ടേംസ് ആസ് 70. ആദ്യത്തെ 7 പദങ്ങളുടെ തുക എത്രയാവണം? 70 ആവണം. ആ ഒറ്റ കണ്ടീഷൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 7 പദങ്ങളുടെ തുക 70 ആവും വേണം. പിന്നെ എന്ത് വേണം? ഈ കണ്ടീഷൻ വെച്ചുകൊണ്ട് 3 അരിത്തമെറ്റിക് സീക്വൻസുകൾ ഉണ്ടാക്കും വേണം. അപ്പോൾ നമുക്ക് എന്തെഴുതാം? നമ്മളോട് പറഞ്ഞ കാര്യം നമുക്കൊന്ന് എഴുതാം. സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് എത്രയാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്? 70 ആണെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം അല്ലേ? ആകെ ഓഡ് നമ്പർ ആണെങ്കിൽ, ഒറ്റ സംഖ്യകളാണെങ്കിൽ നമ്മൾ സമ്മ് കാണാൻ ഒരു ഇക്വേഷൻ പഠിച്ചത് ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ? സമ്മ് കാണാൻ വേണ്ടിയിട്ട് മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. നമുക്ക് ഇങ്ങനെ ഇപ്പോൾ പദങ്ങൾ തരും. 1 2 3 4 5 6 7 അല്ലേ? 7 ടേംസ് ഉണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അങ്ങനെ നോക്കുക. 1 2 3 4 5 6 7. ഇതാണ് നമ്മുടെ പദങ്ങൾ എന്ന് വിചാരിക്കും. നമ്മൾ 7 ടേംസാണ് മിസ് ഇവിടെ എഴുതിയത്. ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം? 70 എന്ന് കിട്ടണം അല്ലേ? അതാണ് നമ്മളോട് പറഞ്ഞത്. ഈ ഒരു ഒറ്റ കണ്ടീഷനിൽ നിന്ന് നിങ്ങൾക്ക് ഈ സെൻറ്ററിലുള്ള ആളെ കണ്ടുപിടിച്ചൂടെ? ഈ നടുവിൽ ആരായിരിക്കും ഉണ്ടാവുക? ഏത് ടേം ആയിരിക്കും ഉണ്ടാവുക? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സമ്മ് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചത് അല്ലേ? സം ഇസ് ഈക്വൽ ടു മിഡിൽ ടേം, മധ്യപദം ഇൻറ്റു നമ്പർ ഓഫ് ടേംസാ. ഇതിൻ്റെ തുക നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. സമ്മ എത്രയാന്ന്? 70 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമ്മിൻ്റെ പ്ലേസിൽ മിസ് 70 എന്ന് എഴുതുന്നു. ഈ മിഡിലിൽ ആരാന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിന് എം തന്നെ എഴുതുന്നു. മധ്യപദം അറിയില്ല. എത്ര ടേംസ് ഉണ്ട്? 7 ടേംസിൽ 7 എണ്ണം ഉണ്ട് എന്നല്ലേ ചോദ്യത്തിൽ പറഞ്ഞത്. അപ്പം നമ്പർ ഓഫ് ടേംസിൻ്റെ പ്ലേസിൽ, എന്നിൻ്റെ പ്ലേസിൽ നമ്മൾ എന്ത് എഴുതുന്നു? 7 എന്ന് എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ സുഖമല്ലേ? ഇൻറ്റു 7 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി അല്ലേ? മിഡിൽ ടേം എം കാണേണ്ടത്. അത് അവിടെ തന്നെ നിൽക്കട്ടെ. നമ്മൾ ഈ ഇൻറ്റു 7 ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് മിഡിൽ ടേം കിട്ടൂലേ? ഗുണനം ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഹരണമാവും അല്ലേ? അപ്പം 70/7 ചെയ്ത് കഴിഞ്ഞാൽ മിഡിൽ ടേം കിട്ടും. 70ന് 7 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 10 അല്ലേ? 10 7 70. അതായത് മധ്യപദം, മിഡിൽ ടേം എന്ന് പറയുന്നത് എത്രയായിട്ട് കിട്ടി? 10 എന്ന് കിട്ടി. കിട്ടിയല്ലോ? ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? സിമ്പിളായിട്ട് കിട്ടിയില്ലേ? മിഡിൽ ടേം എന്ന് പറയുന്നത് 10 കിട്ടി. അപ്പോൾ മിസ് എന്ത് എഴുതുന്നു? മിഡിൽ ടേമിൻ്റെ സ്ഥാനത്ത് ഇവിടെ 10 എന്ന് എഴുതുകയാണ്. ഇനി നിങ്ങൾ പറ, നമ്മളോട് എത്ര അരിത്തമെറ്റിക് സീക്വൻസുകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്? 3 എണ്ണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കണ്ട. നടുവിൽ 10 എന്ന് വെച്ചിട്ട് മുന്നോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമൺ ഡിഫറൻസ് എഴുതാം. മിസ് കോമൺ ഡിഫറൻസ് 1 എടുത്തതെന്ന് വിചാരിക്കുക. കോമൺ ഡിഫറൻസ് 1 എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ സീക്വൻസ് എന്ന് എഴുതിയേ. 10 നടുവിൽ 11 12 മുന്നോട്ട് എഴുതാം. പ്രശ്നമുണ്ടോ? 12 13 14 എന്ന് പറഞ്ഞിട്ട് 1 കൂട്ടി എഴുതാം. അതേപോലെ എന്താ അവിടെ ശ്രദ്ധിക്കണം? നടുവിലെ ടേം, 4ാമത്തെ ടേം ആണ് ആര്? 10 എന്ന് നമുക്കറിയാം അല്ലേ? 7 ടേം ഉണ്ടെങ്കിൽ 4ാമത്തെ ടേം അല്ലേ 10? അപ്പം നമ്മൾ 3ാമത്തെ ടേം കിട്ടാൻ എന്തായുണ്ട്? 4ാമത്തെ ടേമിൽ നിന്ന് അല്ലേ, 4th പൊസിഷനിൽ നിന്ന് ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കുറയ്ക്കുന്നു. ഇവിടെ പൊതുവ്യത്യാസം 1 എന്നല്ലേ സെലക്ട് ചെയ്തത്. അപ്പോൾ 1 കുറച്ച് എഴുതാം. 10 നിന്ന് 1 കുറച്ചാൽ 9, 9 നിന്ന് 1 കുറച്ചാൽ എത്ര വരും? 8 7. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ നോക്ക്, ഇവിടുത്തെ നമ്പേഴ്സ് നമുക്ക് ഏതൊക്കെ എഴുതാം? 7 8 9 10 ഉണ്ട് അല്ലേ? 11 12 13 എക്സെട്ര. അതായത് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആയല്ലോ. പ്രശ്നമുണ്ടോ? ഇനി രണ്ടാമതൊരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതിക്കേ. അപ്പോൾ ഒരാൾ വിചാരിക്കുകയാണ് 1 കോമൺ ഡിഫറൻസ് ആയിട്ട് എടുക്കാൻ. അടുത്ത ആൾ പറയും എന്തിനാ 1 എടുത്ത് 2 എടുത്തൂടെ? എടുക്കാം. കോമൺ ഡിഫറൻസ് 2 കൂട്ടി എഴുതിക്കുക, ഒരു പ്രശ്നമില്ല. മിഡിൽ ആരുണ്ടായാൽ മതി?
10 ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിത് മിഡിലിൽ 10നെ തന്നെ വെക്കുന്നു. 2 കോമൺ ഡിഫറൻസ് കൂട്ടി കൂട്ടി എഴുതുന്നു. 10നോട് 2 കൂട്ടിയാൽ 12, 12നോട് പിന്നെ 2 കൂട്ടിയാൽ 14, പിന്നെ 2 കൂട്ടിയാൽ എത്ര വരും? 16 വരും അല്ലേ. അതേപോലെ 4ാമത്തെ ടേമിൽ നിന്ന് 3ാമത്തെ ടേം കിട്ടാൻ എന്താ ബാക്കോട്ട് പോരണം. അപ്പോൾ 10ൽ നിന്ന് 2 കുറയ്ക്കുക അല്ലേ. കോമൺ ഡിഫറൻസ് 2 പറഞ്ഞത് മിസ്സ്. 2 കുറച്ചാൽ 8, 8ന്ന് 2 കുറച്ചാൽ 6, 6ന്ന് 2 കുറച്ചാൽ എന്ത് വരും? 4 എന്ന് വരും. കിട്ടിയില്ലേ? അപ്പോൾ രണ്ടാമതൊരു എക്സാമ്പിൾ എഴുതിയല്ലോ. ഇത് 2 കോമൺ ഡിഫറൻസ് എവിടുന്നാണ് കിട്ടിയത്? എവിടുന്നും കിട്ടിയതല്ല, നമുക്ക് ഇഷ്ടമുള്ള ഒരു കോമൺ ഡിഫറൻസ് സെലക്ട് ചെയ്തതാട്ടോ, വേറെ ഒന്നുമില്ല. ആദ്യത്തേത് മിസ് 1 കൂട്ടി എഴുതി. 3 അരിത്തമെറ്റിക് സീക്വൻസുകൾ എഴുതാൻ പറഞ്ഞില്ലേ. പിന്നെ രണ്ടാമത്തതിൻ്റെ പൊതുവ്യത്യാസം ഡി എന്ന് പറയുന്നത് എത്രയാക്കി എടുത്തു? 3 ആക്കി എടുത്തു അല്ലേ. ഇവിടെ ഡി എന്ന് പറയുന്നത് 1 ഇവിടെ ഡി എന്ന് പറയുന്നത് 2. അടുത്തത് നമ്മൾ ഡി എത്രയായിട്ട് എടുക്കുന്നു? 3 ആയിട്ട് എടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. 3ാമത്തെ സീക്വൻസ് ആയിട്ട് നമുക്ക് എന്തെഴുതാം? നടുവിൽ 10 വേണം, അതിൽ മാറ്റമൊന്നുമില്ല അല്ലേ. നമ്മൾ കണ്ടുപിടിച്ച് വെച്ചതാണ്. സമ്മ് 70 വരണം എന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ ആര് വരണം? 10 വരണം. അത് നിർബന്ധമാണ്. 10 × 7 ചെയ്താലല്ലേ 70 കിട്ടുക. ഓക്കെ, അപ്പോൾ 10. ഇനി കോമൺ ഡിഫറൻസ് എന്തായിട്ട് എഴുതുന്നു? 3 ആയിട്ട് എഴുതുന്നു അല്ലേ. അപ്പോൾ 10നോട് 3 കൂട്ടിയാൽ 13 എന്ന് കിട്ടും. 13നോട് പിന്നെയും 3 കൂട്ടിയാൽ 16, 16നോട് 3 കൂട്ടിയാൽ 19. ഇനി ബാക്കോട്ട് വാ. 3 കുറച്ച് എഴുതും. 10ൽ നിന്ന് 3 കുറച്ചാൽ 7, 7ൽ നിന്ന് പിന്നെയും 3 കുറച്ചാൽ 4, 4ൽ നിന്ന് 3 കുറച്ചാൽ 1. അപ്പം നിങ്ങൾ നോക്ക്, നമുക്ക് 3 സമാന്തര ശ്രേണികൾ നമ്മൾ എഴുതിയില്ലേ. ഇതിൻ്റെ ഒക്കെ തുക ഇതെല്ലാം കൂടി കൂട്ടിയാൽ 70 ആയിരിക്കും. അതേപോലെ രണ്ടാമത്തതും എല്ലാം കൂടി കൂട്ടിയാൽ 70 ആയിരിക്കും. 3ാമത്തെ സമാന്തര ശ്രേണിയും എല്ലാം കൂടി കൂട്ടിയാൽ 70 ആയിരിക്കും. കാരണം എന്താ? ഇതിൻ്റെയൊക്കെ മിഡിൽ ടേം 10 ആകെ 7 എണ്ണമാണുള്ളത്. അപ്പം 7 എണ്ണമാണ്. മിഡിൽ ടേം 10 ആണെങ്കിൽ സമ്മ് കാണാൻ എന്താ? മധ്യപദം ഇൻറ്റു എണ്ണം അല്ലേ. മധ്യപദം എന്ന് പറയുന്നത് 10, എണ്ണം എന്ന് പറയുന്നത് 7. അപ്പം സമ്മ് കാണാൻ, തുക കാണാൻ എന്ത് ചെയ്താൽ മതി? 10 × 7 ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒക്കെ തുക എത്രയായിട്ട് വരും? 70 ആയിട്ട് വരും. അതിനനുസരിച്ചല്ലേ നമ്മൾ എഴുതിയത്. അപ്പോൾ ചോദ്യം എല്ലാവർക്കും പിടി കിട്ടിയല്ലോ. തുക 70 വരണം. ആ ഒരൊറ്റ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? മധ്യപദം കണ്ടുപിടിച്ചു. പിന്നെ മധ്യപദം അവിടെ ഫിക്സ് ആക്കി നിർത്തി അല്ലേ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പൊതുവ്യത്യാസം കൂട്ടിയും കുറച്ചും എഴുതി. 3 രീതിയിൽ എഴുതാൻ പറഞ്ഞതുകൊണ്ട് 3 രീതിയിൽ എഴുതി. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നോക്കാം. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങളുടെ തുക എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 30. ആദ്യത്തെ 7 പദങ്ങളുടെ തുക 140. ഓക്കെ, എന്നിട്ട് ചോദിച്ചത് ശ്രേണിയിലെ 2ാം പദം എന്ത്? അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവരുത്. നിങ്ങളപ്പോൾ എന്ത് എഴുതി നോക്കുക, നമുക്കറിയുന്ന രീതിയിലേക്ക് ചോദ്യത്തിനെ മാറ്റാം. ഓക്കെ, 2ാമത്തെ ചോദ്യത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? തന്ന സാധനം എഴുത്. ഫസ്റ്റ് 3 ടേംസിൻ്റെ സമ്മ് അല്ലേ. നമുക്കറിയാം 1ാമത്തെ ടേമിന് നമ്മൾ x1 എന്നല്ല എഴുതാറുള്ളത്, 2ാമത്തെ ടേം x2 എന്നല്ല എഴുതാറുള്ളത്, 3ാമത്തെ ടേം x3. അപ്പോൾ ഇതിൻ്റെ തുക സമ്മ് എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ കൂട്ടുകയല്ലേ. അപ്പോൾ ആദ്യത്തെ 3 പദങ്ങളുടെ തുക 3 എണ്ണം കൂടി കൂട്ടിയാൽ എത്ര കിട്ടുന്ന ചോദ്യത്തിൽ പറഞ്ഞത്? 30 എന്ന് കിട്ടും. അതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? സം ഓഫ് 7 ടേംസ് അല്ലേ. 7 പദങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 140 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിസ് അതുകൂടി ഒന്ന് എഴുതുക. x1, x2, x3, x4, x5, x6, x7. ഇതല്ലേ 7 പദങ്ങൾ, 7 ടേംസിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ കൂട്ടുക എന്നാണ് അല്ലേ. അപ്പോൾ എല്ലാം കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 140 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്ന ചോദ്യത്തിന് ഇങ്ങനെ എക്സ് ഉപയോഗിച്ചൊന്ന് മാറ്റി എഴുതി. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മളോട് ചോദിച്ചത്. വാട്ട് ഈസ് ദ സെക്കൻഡ് ടേം? നിങ്ങൾ നോക്ക്, ഈ സെക്കൻഡ് ടേമിന് ഇവിടെ എന്തോ ഒരു ബന്ധം വരുന്നില്ലേ. ആദ്യത്തെ 3 ആളെ എടുത്തു കഴിഞ്ഞാൽ അതിലെ നടുവിലുള്ള ആളല്ലേ സെക്കൻഡ് ടേം എന്ന് പറയുന്നത്, മിഡിൽ ടേം അല്ലേ. നമുക്കറിയാലോ ഈ 3 എണ്ണം എന്ന് പറഞ്ഞാൽ 3 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ അല്ലേ, ഒറ്റ സംഖ്യയല്ലേ. ഒറ്റ സംഖ്യ എണ്ണമായിട്ട് വന്നു, അതിൻ്റെ തുകയും തന്നു അല്ലേ, സമ്മും തന്ന്. അങ്ങനെയാണെങ്കിൽ മിഡിൽ ടേം കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ പോരെ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്താ?
ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. അറിയുന്ന ഇക്വേഷൻ എന്താ? സം ഈക്വൽ ടു തുക ഈക്വൽ ടു മധ്യപദം ഇൻറ്റു നമ്പർ ഓഫ് ടേംസിലെ എണ്ണം. ഇവിടെ തുക എത്രയാ? ചോദ്യത്തിൽ 30 എന്ന് തന്നിട്ടുണ്ട്. മധ്യപദം അറിയോ? മധ്യപദത്തിനല്ലേ ഇവിടെ x2 എന്ന് പറയുന്നത്, ശരിയല്ലേ? മധ്യപദത്തിന് പകരം മിസ് x2 എന്ന് എഴുതട്ടെ. ഇവിടുത്തെ മധ്യപദം x2 അല്ലേ? അപ്പോൾ x2 ഇൻറ്റു ആദ്യത്തെ 3 തന്നാൽ അതിൽ നടുവിലുള്ള ആൾ x2 ആണ്, രണ്ടാമത്തെ ടേമാണ്. പിന്നെ നമുക്കറിയാം നമ്പർ ഓഫ് ടേംസ് എത്ര ആളുണ്ട്? 1 2 3 ടേം അല്ലേ ഉള്ളത്. അപ്പോൾ നിങ്ങൾ നോക്ക്, സിമ്പിളായിട്ട് നടുവിലുള്ള ടേം കണ്ടുപിടിച്ചൂടെ? x2 കാണാൻ വേണ്ടി x2നെ മിസ് അവിടെ നിർത്തുന്നു, ഒരു മാറ്റവും വരുത്തണ്ട. ഈ ഇൻറ്റു 3 എങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ x2ൻ്റെ ഉത്തരം കിട്ടൂലേ? ഗുണനം 3 ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് 3 ആവും? ഹരണം 3 എന്നാവും അല്ലേ? അപ്പം 30ന് 3 കൊണ്ട് ഹരിച്ചാൽ മധ്യപദം കിട്ടി. 30ന് 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 30/3 എന്ന് പറയുമ്പോൾ 10 3 30. അപ്പോൾ നിങ്ങൾ നോക്ക്, രണ്ടാമത്തെ ടേം കിട്ടിയില്ലേ? എത്രയാ? 10 എന്ന് കിട്ടും. അപ്പോൾ മധ്യപദം കാണാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ഇല്ല. ഇനി ഇങ്ങനെ ഇതിൽ കൊടുത്ത് ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് തുക കിട്ടിക്കഴിഞ്ഞാൽ മധ്യപദം കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ തുകയെ, ഈ സമ്മല്ലേ, ഇതെല്ലാം കൂടി കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരത്തിന് ഈ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 30/3 10 എന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. അത് എവിടുന്നാണ് വന്നതെന്നാണ് മിസ് പറഞ്ഞത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, തുക കാണാൻ വേണ്ടിയിട്ട് മധ്യപദത്തിനെ, മിഡിൽ ടേമിനെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? അവിടെ തന്നെയാണ് ഈ ഇക്വേഷനും കിട്ടിയത്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. എന്താ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ ഫോർത്ത് ടേം? നാലാമത്തെ പദം അറിയണം അല്ലേ? ഇനി നമുക്ക് രണ്ടാമത് തന്ന കാര്യം നോക്ക്. 7 പദങ്ങളുടെ തുക, 7 ടേംസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 140 അല്ലേ? 7 പദങ്ങളുടെ തുക. ഈ 7 എണ്ണത്തിൽ നടുവിൽ വരുന്ന ആളല്ലേ x4 എന്ന് പറയുന്നത്, നാലാമത്തെ ടേം. ഈ 3 എണ്ണത്തിൽ അല്ലേ രണ്ടാമത്തെ ടേമായിട്ട് വരുന്ന നടുവിൽ വരുന്നത് x2 ആയിരുന്നു. 7 തന്നു കഴിഞ്ഞാൽ നടുവിൽ ആരാ ഉള്ളത്? 3 ഇടത് ഭാഗത്തേക്കും ഉണ്ട്, 3 വലത് ഭാഗത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ സെൻറ്ററിൽ ആരാ വരിക? x4 അല്ലേ വരിക? അപ്പം നമ്മളോട് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത് നാലാമത്തെ പദം കാണാൻ വേണ്ടിയിട്ടാണ്. നാലാമത്തെ പദം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മധ്യപദമല്ലേ? അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്തൂടെ? മധ്യപദം കാണാൻ, മിഡിലെ ടേം കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുക. പ്രശ്നമുണ്ടോ? ഇപ്പോൾ പറഞ്ഞ ഈ സെയിം സാധനം തന്നെ, തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുന്നു. തുക എന്ന് പറയുന്നത് ഇവിടെ 140 അല്ലേ? ആദ്യത്തെ 7 കൂട്ടിക്കഴിഞ്ഞാൽ 140 വ്യക്തമായിട്ട് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലേ? ആദ്യത്തെ 7 പദങ്ങളുടെ തുക നമ്മളിവിടെ എഴുതി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ 140 എന്ന് പറഞ്ഞാൽ ഈ സമ്മ് വരുന്ന 7 ടേംസിൻ്റെ നടുവിലുള്ള ആളെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഈ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുക, സമ്മിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 140ന് എത്ര 7 അല്ലേ ഉള്ളത്? 140ന് 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര വരും? 2 7 14 അല്ലേ? അതിൽ അറിയാത്തവരില്ലല്ലോ. 2 7 14. ഈ 0 മുകളിലേക്ക് ഇറക്കിയിടുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര വന്നു? 20 എന്ന് വരുന്നു. സിമ്പിളായിട്ട് കിട്ടിയോ? നോക്ക്, കിട്ടിയില്ലേ? നടുവിലുള്ള ആളെ കിട്ടിയില്ലേ? അപ്പോൾ ഇങ്ങനെ ചോദ്യം തന്നു കഴിഞ്ഞാൽ 100% ഉറപ്പായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ ഈ നടുവിലുള്ള ആളെയായിരിക്കും അവർ ചോദിക്കുന്നത്. അല്ലാതെ നിങ്ങളോട് ഫൈൻ ദ മിഡിൽ ടേം അല്ലെങ്കിൽ മധ്യപദം കാണുക എന്ന് പറഞ്ഞ് ചോദ്യം ഉണ്ടാവില്ല. ഇതേപോലെ തന്നിട്ട് രണ്ടാമത്തെ പദം, നാലാമത്തെ പദം എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാൽ മനസ്സിലാവും അവർ ചോദിച്ചത് മധ്യപദമായിരിക്കും. അപ്പം മിഡിൽ ടേം എന്ന് പറയുന്നതിന് പകരം ആ ടേം ഏതാന്ന് വെച്ചാൽ അതിൻ്റെ നമ്പറാണ് പറയുക. 3 തന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ആളല്ലേ നടുവിലുള്ളത്? 7 തന്നു കഴിഞ്ഞാൽ നാലാമത്തെ ആളല്ലേ നടുവിലുള്ളത്? അതുകൊണ്ടാണ് രണ്ടാമത്തെ ആളെയും നാലാമത്തെ ആളെയും ചോദിച്ചത്. ഇവിടെ നിങ്ങൾക്ക് വേറെ ആര് ചോദിച്ചാലും ഉത്തരം കിട്ടൂല. അപ്പം രണ്ടാമത്തതിന് പകരം മൂന്നാമത്തത് ചോദിച്ചു വിചാരിക്കും നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റൂല. നടുവിലുള്ളത് ചോദിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതേപോലെ മിഡിൽ സം കൊണ്ട് നമുക്ക് സം ബൈ നമ്പർ ചെയ്തപ്പോൾ ഈ മിഡിൽ ടേം കിട്ടിയത്. ക്ലിയർ ആയല്ലോ? ഇനി മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ആർ ദ ഫസ്റ്റ് 3 ടേംസ്? ആദ്യത്തെ 3 പദങ്ങൾ എഴുതുക. അതായത് x1 x2 x3 ഈ 3 ആൾക്കാരെ. ഈ 2 ആളും ഒരേ സീക്വൻസ് ആണ് കേട്ടോ, രണ്ടും ഒരേ ആൾ. അപ്പോൾ ഈ 3 ആളെ കാണുക എന്നുള്ളതാണ് നമ്മളെ ടാസ്ക്. ആദ്യത്തെ 3 ആളെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്ക്, ഈ സെൻറ്ററിലുള്ള ആളുണ്ട്. അപ്പോൾ ഈ നടുവിലുള്ള ആളോട് ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ രണ്ടാമത്തെ ആളോട് ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം ആഡ് ചെയ്താൽ മൂന്നാമത്തെ ആളെ കിട്ടും. രണ്ടാമത്തെ ആളിൽ നിന്ന് ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കുറച്ചാലോ, ഒന്ന് ബാക്കോട്ട് കുറച്ചാൽ ഒന്നാമത്തെ ആളും കിട്ടും. പക്ഷേ ഇത് 2 ചെയ്യണമെങ്കിൽ നമുക്ക് ആരെ അറിയണം? പൊതുവ്യത്യാസം അറിയണം. പൊതുവ്യത്യാസം കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ നോക്ക്,
നമ്മുടെ കയ്യിൽ ആരൊക്കെ ഉണ്ട്? രണ്ടാമത്തെ ടേം ഉണ്ട്. രണ്ടാമത്തെ ടേം എത്രയാ? 30. അതേപോലെ നാലാമത്തെ ടേം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. എത്രയാ? 20. ശരിയല്ലേ? സോറി, രണ്ടാമത്തെ ടേം 30 അല്ല അല്ലേ? രണ്ടാമത്തെ ടേമിൻ്റെ അത് സമ്മായിരുന്നു പറഞ്ഞത്. രണ്ടാമത്തെ ടേം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചത് എത്രയാ? x2 എന്ന് പറഞ്ഞിട്ട് 10 അല്ലേ കണ്ടുപിടിച്ചത്? അപ്പോൾ x2 = 10. അപ്പോൾ ഇത് 10ഉം x4 എന്ന് പറയുന്നത് എത്രയാ? 20. അപ്പോൾ മിസ് 2 ടേം കിട്ടി. 2 ടേം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് കാണുക? നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും മറന്നു പോവരുതേ. പഠിച്ചതൊക്കെ കൂടെ കൊണ്ടുവരണം. കോമൺ ഡിഫറൻസ് കാണാൻ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. എന്തായിരുന്നു മലയാളത്തിൽ പറയാ? പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. മറന്നു പോയോ ആരെങ്കിലും? ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്ക്, ഇവിടെ ടേം ഡിഫറൻസ്. ടേം എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? രണ്ടാമത്തെ ടേം 10ഉം നാലാമത്തെ ടേം 20ഉം അല്ലേ? അപ്പം നാലാമത്തെ ടേമിൽ നിന്ന് രണ്ടാമത്തെ ടേം കുറയ്ക്കുന്നു. അതാണ് ടേം ഡിഫറൻസ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? 20ൽ നിന്ന് 10 കുറയ്ക്കുന്നു. ഇവിടെയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക അല്ലേ? ഇത് തമ്മിലുള്ള ഡിഫറൻസ് കാണുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 20 - 10 ബൈ സ്ഥാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ പൊസിഷൻസ് തമ്മിലല്ലേ? x4 എന്ന് പറഞ്ഞാൽ നാലാമത്തെ പൊസിഷൻ, x2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പൊസിഷൻ. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ്, സ്ഥാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നാലാമത്തെ പൊസിഷൻ മൈനസ് രണ്ടാമത്തെ പൊസിഷൻ. 20ൽ നിന്ന് 10 കുറച്ചാൽ എത്രയാ? 10. 4ൽ നിന്ന് 2 കുറച്ചാലോ? 2. 10 ഹരിക്കണം 2, 10/2 5 എന്ന് കിട്ടും. നോക്ക്, സിമ്പിളായിട്ട് പൊതുവ്യത്യാസം കിട്ടിയില്ലേ? 2 ടേംസ് കിട്ടിക്കഴിഞ്ഞാൽ ഡി കാണാൻ മറന്നു പോകരുത്. പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം അല്ലേ? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇനി നമുക്ക് 3 ടേം എഴുതാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമ്മുടെ കയ്യിൽ നടുവിലുള്ള ആളുണ്ട്. x2 ആരാ? 10. അങ്ങനെയാണ് ബാക്കിലുള്ള ആളെ നിങ്ങൾ പറ. ബാക്കിലുള്ള ആളെ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? അതായത് നമുക്ക് 3 ആളെ കിട്ടണം. നടുവിലുള്ള ആൾ രണ്ടാമത്തെ ടേം നമ്മുടെ കയ്യിലുണ്ട് 20 രണ്ടാമത്തെ ടേം ആരായിരുന്നു? 10 അല്ലേ? രണ്ടാമത്തെ ടേം 10. അത് എഴുതി. അങ്ങനെയാണ് ഒന്നാമത്തെ ടേം ആരാ? 3 ടേമിൽ ഒന്നാമത്തെ ടേം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം അല്ലേ? ഫസ്റ്റ് ടേം ആരോ ഒന്ന് പറയോ? പൊതുവ്യത്യാസം 5 കിട്ടിയില്ലേ? അപ്പോൾ രണ്ടാമത്തെ ടേമിൽ നിന്ന് പൊതുവ്യത്യാസം ഒരു പ്രാവശ്യം കുറച്ചാൽ പോരെ? നമുക്ക് ആരെ കിട്ടും? ഒന്നാമത്തെ ടേം കിട്ടൂലേ? 10ൽ നിന്ന് 5 കുറച്ചാൽ എത്ര കിട്ടും? 5 എന്ന് കിട്ടും. സിമ്പിളായിട്ട് കിട്ടിയില്ലേ? അതേപോലെ രണ്ടാമത്തെ പൊസിഷനിൽ നിന്ന് ഒന്ന് മുന്നോട്ട് പോയാൽ മൂന്നാമത്തത് കിട്ടൂലേ? രണ്ടാമത്തത് 10. 10നോട് ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മൂന്നാമത്തെ പൊസിഷൻ എത്തും. അപ്പോൾ 10നോട് 5 കൂട്ടിയാൽ എത്ര വരും? 15 എന്ന് വരും. അപ്പോൾ നമ്മൾ 3 ടേംസ് എഴുതാം അല്ലേ? x1 എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? രണ്ടാമത്തെ ടേമിൽ നിന്ന് അല്ലേ പൊതുവ്യത്യാസം കുറച്ചു. രണ്ടാമത്തെ ടേം 10 ആയിരുന്നു. 10ൽ നിന്ന് 5 കുറച്ചപ്പോൾ 5 എന്ന് കിട്ടി. അപ്പോൾ x1 കിട്ടി. x2 നമ്മുടെ കയ്യിലുണ്ട്. എത്രയാ? 10 അല്ലേ രണ്ടാമത്തെ ടേം. x3 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? രണ്ടാമത്തെ ടേമിനോട് ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം ആഡ് ചെയ്താൽ മൂന്നാമത്തെ ടേം കിട്ടും. രണ്ടാമത്തെ ടേം 10, 10നോട് 5 കൂട്ടിയാൽ 15. അപ്പോൾ നമ്മുടെ 3 ടേംസും കിട്ടിയല്ലോ. 5, 10, 15. അപ്പോൾ ആദ്യത്തെ 3 ടേംസ് നമ്മൾ സിമ്പിളായിട്ട് കണ്ടുപിടിച്ചു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എന്താ? രണ്ടാമത്തെ ടേം എങ്ങനെയാണ് കാണുക? നാലാമത്തത് എങ്ങനെയാണ് കാണുക? കോമൺ ഡിഫറൻസ് തന്നില്ലല്ലോ എന്നൊന്നും വിചാരിച്ചിരിക്കരുത്. ഈ തന്ന കാര്യത്തിന് ഇതേപോലെ ഒന്ന് മാറ്റി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഈ വേർഡ്സിൽ ഇങ്ങനെ ചോദ്യങ്ങൾ കാണുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ? കൺഫ്യൂഷൻ ആവും. നമ്മൾ ഇംഗ്ലീഷൊക്കെ വായിക്കും സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 30. അപ്പോൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടാകണം എന്താ ഇപ്പോൾ ഇവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യത്തെ 3 ടേംസിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ കൂട്ടുക. ആദ്യത്തെ 3 ടേം എന്ന് പറഞ്ഞാൽ x1, x2, x3 എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അത് ഇതേപോലെ റെപ്രസെൻറ്റ് ചെയ്യുക. കൂട്ടിയിട്ട് കിട്ടുക 30. അപ്പോൾ സമം 30. അതേപോലെ 7 ആൾക്കാരെ കൂട്ടിയാൽ 140. അപ്പോൾ സമം 140. ഇനി ഒന്നാമത്തത് രണ്ടാമത്തെ പൊസിഷനാണ്. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞ ഒരാൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവൂലേ? x1ൻ്റെയും x3ൻ്റെയും നടുവിലുള്ള ആൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ ആളാണെന്ന്. അതുകൊണ്ടല്ല അവർ രണ്ടാമത്തതെന്ന് തന്നെ ചോദിച്ചത്. അപ്പോൾ സെൻറ്ററിലുള്ള ടേം കാണാൻ നമ്മൾ എന്താ ചെയ്യുക? മിഡിൽ ടേം കാണാൻ ഈ തുകയെ സമ്മിനെ നമ്മൾ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ 30/3 10 എന്ന് കിട്ടും.
അതേപോലെ 140നെ 7 കൊണ്ട് ഹരിച്ചാൽ x4 കിട്ടും. പിന്നെ നമുക്ക് ഏത് ടേം കാണണമെങ്കിലും കോമൺ ഡിഫറൻസ് വേണം. 2 ടേം കിട്ടിക്കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കാണാൻ എളുപ്പമാണല്ലോ. അതിനാണ് നമ്മൾ ഈ ഇക്വേഷൻ പഠിച്ചിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് വന്നത്. എന്താ? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അതുപയോഗിച്ച് കോമൺ ഡിഫറൻസും കണ്ടു, ബാക്കി ഉത്തരങ്ങളും എഴുതി. ക്ലിയർ ആണല്ലോ? എന്നാൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ഇവിടെ നോക്കുക. ഇതേപോലെ തന്നെ ഒരു ചോദ്യമാണ് അല്ലേ. എന്താ പറഞ്ഞത്? ദ സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 150. അപ്പോൾ മിസ് എന്തായിരുന്നു പറഞ്ഞത്? ഫസ്റ്റ് 5 ടേംസിൻ്റെ സമ്മാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്തെഴുതുന്നു? അത് കേട്ട പാടന്നെ 5 ടേംസിൻ്റെ സമ്മ് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 5 ടേംസിൻ്റെ സമ്മ് കാണിച്ചു തരാം. x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5. 5 ടേംസ് ആയില്ലേ. ഈ 5 ടേംസിൻ്റെ സമ്മ് എത്രയാണെന്നാണ് പറഞ്ഞത്? 150 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സെൻറ്റൻസ് എന്താ പറഞ്ഞത്? സം ഓഫ് ഫസ്റ്റ് 10 ടേംസ്. അപ്പോൾ ശ്രദ്ധിക്കണം, 1 മുതൽ 5 വരെ 150 1 മുതൽ 10 വരെ എത്ര വരുന്നുണ്ട്? 550 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 1 മുതൽ 10 വരെ എഴുതുകയാണ്. അപ്പം മിസ് ഇങ്ങനെ എഴുതുന്നതിന് പകരം എന്ത് എഴുതുന്നു? പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് മാറ്റുന്നു കേട്ടോ. ഒന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ 10 വരെയുള്ള കാര്യമല്ലേ പറഞ്ഞത്. അപ്പോൾ 10 വരെയുള്ളത് എഴുതാം. x7 x8 x9 x10. 10 ആളായല്ലോ. ഇനി നമ്മളോട് പറഞ്ഞതിനനുസരിച്ച് എഴുതാം. ആദ്യത്തെ 5 ടേംസിൻ്റെ സമ്മ് നമ്മളോട് എത്രയാണെന്നാണ് പറഞ്ഞത്? ഇതെല്ലാം കൂടി കൂട്ടിയാൽ 150 എന്ന് പറഞ്ഞു. ശരിയല്ലേ? പിന്നെ എന്ത് പറഞ്ഞു? ആദ്യത്തെ 10 ടേംസിൻ്റെ, അതായത് 1 മുതൽ 5 വരെയുള്ള ആൾക്കാരെ കൂട്ടിയാൽ 150. 1 മുതൽ 10 വരെയുള്ള ആൾക്കാരെ കൂട്ടിയാൽ എത്രയാണെന്നാണ് പറഞ്ഞത്? 1 മുതൽ 10 വരെയുള്ള ആളെ കൂട്ടിയാൽ 550 എന്നല്ലേ ചോദ്യം പറഞ്ഞത്. ക്ലിയർ അല്ലേ? മൊത്തത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ 550. ഇനി നമ്മളോട് ചോദിച്ചെന്താ? വാട്ട് ഈസ് ദ തേർഡ് ടേം ഓഫ് ദ സീക്വൻസ്? മൂന്നാമത്തെ ടേം കാണണം. അപ്പോൾ നമുക്ക് തന്നതായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. നിങ്ങൾ ഈ ഒരു പാർട്ട് മാത്രം ഒന്ന് നോക്കുക. ആദ്യത്തെ 5 ടേംസിൻ്റെ സമ്മ്. ഈ 5 ടേംസിൽ മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് എവിടെയാ? നിങ്ങൾ നോക്ക്, നടുവിലെ ടേം അല്ലേ. 5 ടേംസിൻ്റെ നടുവിൽ വരുന്ന ആളെന്ന് പറയുന്നത് മൂന്നാമത്തെ ആളല്ലേ. നിങ്ങൾക്ക് അങ്ങനെയേ ചോദ്യം തരുള്ളൂ. അതിൽ കൺഫ്യൂഷനൊന്നും വേണ്ട. നിങ്ങളോട് ചോദിക്കുക മിഡിൽ ടേം തന്നെയായിരിക്കും. അപ്പോൾ ഡൗട്ട് ഉണ്ടാവരുത്. 5 ആളെ തന്നിട്ട് മൂന്നാമത്തെ ആളെ കാണാൻ പറഞ്ഞാൽ 5 ആളെ നടുവിൽ വരുന്ന ആളാണ് മൂന്നാമത്തെ ആൾ അല്ലേ. മിഡിൽ ടേം ആണ്. അപ്പോൾ മിഡിൽ ടേം കാണാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ അല്ലേ തേർഡ് ടേം എന്നാണ് ചോദിച്ചത്. തേർഡ് ടേം എന്ന് പറഞ്ഞാൽ x3 അല്ലേ. നമുക്കറിയാം നടുവിലുള്ള ആളെ കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? ഈ തുകയെ സമ്മിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും? ഈ എണ്ണം കൊണ്ട് ഹരിക്കും അല്ലേ. പറഞ്ഞ് നമ്മൾ ചെയ്തത് ഓർമ്മയില്ലേ? സമ്മ് എന്ന് പറഞ്ഞാൽ അല്ലേ സമ്മ് ബൈ, അല്ലെങ്കിൽ തുക ബൈ എണ്ണം. സമ്മ് ബൈ നമ്പർ വരും അല്ലേ. മലയാളത്തിൽ എന്തെഴുതാം? തുക ബൈ എണ്ണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നടുവിലുള്ള ആളെ കിട്ടും. അപ്പോൾ ഇവിടെ തുക എത്രയാ പറഞ്ഞേ? ആദ്യത്തെ 5 ആൾക്കാരെ കാര്യമാണ് പറയുന്നത്. 5 ആൾക്കാരെ നടുവിലാണ് തേർഡ് ടേം വരുന്നത്. അത് മറന്നു പോകരുത്. അപ്പോൾ 5 ആൾക്കാരെ തുക എന്ന് പറയുന്നത് 150. അത് 150 എന്ന് എഴുതുന്നു. എത്രയാ? 5 ആൾക്കാരെ എണ്ണം എന്ന് പറയുമ്പോൾ 5 ആളെ മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എണ്ണത്തിന് പകരം 5 എന്ന് എഴുതുന്നു. 150നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാ? ചെയ്ത് നോക്ക്. ചെയ്യാനൊന്നുമില്ല, എന്നാലും അറിയാത്തവർക്ക് ചെയ്യാം. 150നെ 5 കൊണ്ട് എഴുതിയാൽ 3 5 15. ശരിയല്ലേ? ഈ 0 മുകളിലേക്ക് ഇടുന്നു. അപ്പോൾ എത്ര കിട്ടി? 30 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. എന്താണ്? ശ്രേണിയുടെ മൂന്നാം പദം എന്ന് പറയുന്നത് 30. ഇനി അടുത്ത ചോദ്യം നോക്ക്. വാട്ട് ഈസ് ദ 8th ടേം? 8ാമത്തെ പദം. അപ്പം നമുക്ക് കൺഫ്യൂഷൻ ആവും. ഈ 5 ടേംസിൻ്റെ നടുവിലായിരുന്നു മൂന്നാമത്തെ പദം. അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ തന്നത് ഈ 10 ടേംസിൻ്റെ സമ്മ. പക്ഷെ 10 എന്ന് പറയുന്നത് ഇരട്ട സംഖ്യ അല്ലേ. ഇരട്ട സംഖ്യ, ഒറ്റ സംഖ്യ ഓഡ് നമ്പർ വരുമ്പോഴല്ലേ കറക്റ്റ് നടുവിൽ ഒരാൾ വരിക. ഇത് 5 എണ്ണം ആയതുകൊണ്ടല്ലേ 2 എണ്ണം അങ്ങോട്ടും 2 എണ്ണം ഇങ്ങോട്ടും മാറ്റി നടുവിൽ ഒരാൾ വന്നത്.
10 ആൾ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? 5 ആളെ ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നടുവിൽ ഒരാൾ ഉണ്ടാവുമോ? ഇല്ലല്ലോ. ഇരട്ട സംഖ്യ വന്നു കഴിഞ്ഞാൽ നടുവിൽ ഒരാളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പറ്റാത്ത കാര്യം. ഒറ്റ ആൾ വരൂല അല്ലേ? അപ്പം അവർ തന്നതിൽ എന്തോ ഒരു നാക്കുണ്ട്, എന്തോ ഒരു ഐഡിയ ഉണ്ട്. എന്താ സംഭവം? ഒന്നുമില്ല, നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്ക്. 1 മുതൽ 5 വരെ ഉള്ളതിൻ്റെ സമ്മ് 150. അതേപോലെ 1 മുതൽ 10 വരെ ഉള്ളതിൻ്റെ സമ്മ് 550. അങ്ങനെയാണെങ്കിൽ നോക്കടാ, 6 മുതൽ 10 വരെ ഉള്ളതിൻ്റെ സമ്മ് എത്രയാ? ആർക്കെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്ക്, കിട്ടുന്നുണ്ടോ നോക്ക്. ആർക്കൊക്കെ കിട്ടുന്നുണ്ട്? ഈ 1 മുതൽ 10 വരെയുള്ളതിൽ നിന്ന് 1 മുതൽ 5 വരെയുള്ള ഈ സമ്മ് അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ, ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള സമ്മല്ലേ വരിക? ഒന്നുകൂടി പറയാം. ആകെയുള്ള തുക എന്ന് പറയുന്നത് 550. അതിൽ നിന്ന് ആദ്യത്തെ 5 ആൾക്കാരുടെ തുക 150 അല്ലേ? ഈ 550 നിന്ന് 150 കുറച്ച് കൊടുത്താൽ പിന്നെ ബാക്കിയുള്ളത് ഈ 6 മുതൽ 10 വരെയുള്ള ആൾക്കാരെ കണക്കല്ലേ പറയുന്നത്. അപ്പം നിങ്ങൾ നോക്ക്, 550 നിന്ന് 150 കുറച്ച് നോക്കിയാൽ നമുക്ക് സംഭവം പിടികിട്ടിയില്ലേ? എത്ര വരും? 400 എന്ന് വരും അല്ലേ? ശരിയല്ലേ? അപ്പം നിങ്ങൾ നോക്ക്, 6 മുതൽ 10 വരെയുള്ള ആൾക്കാരുടെ സമ്മ് എന്ന് പറയുന്നത് 400 അതിലാർക്കും കൺഫ്യൂഷൻ ഇല്ലല്ലോ. മിസ് വേണമെങ്കിൽ ഇങ്ങനെ എഴുതി തരാം. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമാണ് ഓക്കെ. x6 x7 x8 x9 x10 അല്ലേ? ഈ 6 മുതൽ 10 വരെയുള്ള സമ്മ് കിട്ടാൻ എന്താ ചെയ്യേണ്ടേ? ആകെയുള്ള സമ്മിൽ നിന്ന് 550 നിന്ന് 1 മുതൽ 5 വരെയുള്ള സമ്മ് 150. അത് കുറയ്ക്കുക. അപ്പം 400 കിട്ടും. ഇനി നിങ്ങൾ നോക്ക്, 8ാമത്തെ ടേം എന്ന് പറയുന്നത്, 8ാമത്തെ പദം എന്ന് പറയുന്നത് എവിടെയാ? ഈ 6 മുതൽ 10 വരെ എന്ന് പറയുമ്പോൾ ടോട്ടൽ 5 ആൾക്കാരല്ലേ? എണ്ണി നോക്ക്, 1 2 3 4 5. ഈ 5 ആൾക്കാരെ നടുവിലല്ലേ 8ാമത്തെ പദം? നോക്ക്. അപ്പം അവർ ചോദിച്ചതിൽ കാര്യമില്ലേ? ഈ കാര്യം തന്ന ഒരാൾക്ക് സിമ്പിളായിട്ട് ഇത് കണ്ടുപിടിച്ചൂടെ? അപ്പം 2 എണ്ണം ഇങ്ങോട്ടും 2 എണ്ണം അങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ നടുവിൽ വരുന്ന ആളാരാ? 8ാമത്തെ ടേം ആണ് അല്ലേ? അപ്പം x8 എന്ന് പറയുന്നത് ഇവിടെ മിഡിൽ ടേം ആണ്, മധ്യപദമാണ്. മിഡിൽ ടേം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം കൂടി കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരത്തെ ഈ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അത് മറന്നു പോകരുത്, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പരീക്ഷ പോലും ഇതില്ലാതെ കഴിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. മിഡിൽ ടേം കാണാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? തുക ബൈ എണ്ണം അല്ലേ? സം ബൈ നമ്പർ. സം എത്രയാ? ഈ 6 മുതൽ 10 വരെയുള്ള ആൾക്കാരെ മാത്രം കാര്യം മതി. അതിൻ്റെ നടുവിലല്ലേ 8ാമത്തെ ആൾ വരുന്നത്. അപ്പോൾ അത് 400 നമ്മൾ കണ്ടുപിടിച്ചു. 400നെ എണ്ണം കൊണ്ട് ഹരിക്കുന്നു. 6 മുതൽ 10 എന്ന് പറയുമ്പോൾ എത്ര ആൾക്കാരുണ്ട്? 5 ആൾക്കാരുണ്ട് അല്ലേ? അപ്പോൾ 400/5 എന്ന് വരും. ശരിയല്ലേ? 400നെ 5 കൊണ്ട് ഹരിച്ചു നോക്ക്. 8 5 40. ഈ 0 അല്ലേ? ബാക്കിയുള്ള 0 മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ എത്ര വരും? 80 എന്ന് കിട്ടും. അപ്പം നിങ്ങൾക്ക് കിട്ടിയോ? 8ാമത്തെ പദം എത്രയാന്ന് കിട്ടി? 80 കിട്ടി. സിമ്പിളായിട്ട് കിട്ടിയില്ലേ? ഒന്ന് കാര്യം ചിന്തിച്ചാൽ എല്ലാവർക്കും കിട്ടുന്നില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി 3ാമത്തെ ഒരു ചോദ്യം കൂടി ഉണ്ട്, അതുകൂടി നോക്കാം നമുക്ക്. എന്താ 3ാമത്തെ സബ് ക്വസ്റ്റ്യൻ? ശ്രേണിയുടെ ആദ്യത്തെ 3 പദങ്ങൾ എഴുതുക. റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ്. ഫസ്റ്റ് 3 ടേംസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് ചോദിച്ചത്? x1 കാണണം, x2 കാണണം, x3 കാണണം അല്ലേ? ഈ 3 ആൾക്കാരും കാണണം. എടാ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ടേംസുകൾ കാണണമെങ്കിൽ ആരെ അറിയണം? കോമൺ ഡിഫറൻസ് അറിയണ്ടേ? കോമൺ ഡിഫറൻസ് അറിയാൻ നമുക്ക് അറിയുന്ന ആൾക്കാരൊക്കെ ഒന്ന് മിസ് ഇവിടെ എഴുതി തരാം. 3ാമത്തെ ടേം അറിയാം, നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. 3ാമത്തെ ടേം 30. അപ്പോൾ 2ാമത്തെ സബ് ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ 8ാമത്തെ ടേമാണ്. 8ാമത്തെ ടേം 80 അപ്പോൾ 3ാമത്തെ ടേമും 8ാമത്തെ ടേമും കിട്ടി. അങ്ങനെയാണെങ്കിൽ പൊതുവ്യത്യാസം കാണാനുള്ള ഇക്വേഷൻ എന്താ? കോമൺ ഡിഫറൻസ് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലേ? ടേം ഡിഫറൻസ് എത്രയാ? ഈ ടേംസ് തമ്മിൽ കുറയ്ക്കുക അല്ലേ? മറന്നു പോയിട്ടില്ലല്ലോ. 80ഉം 30ഉം തമ്മിൽ കുറയ്ക്കുക. 80 മൈനസ് 30. പൊസിഷൻ ഡിഫറൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 8ാമത്തെ പൊസിഷനിൽ നിന്ന് 3ാമത്തെ പൊസിഷൻ കുറയ്ക്കുന്നു. 8 മൈനസ് 3. പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം അല്ലേ? നേരത്തെ പറഞ്ഞ സെയിം കാര്യം. 8ൽ നിന്ന് 30 കുറച്ചാൽ എത്രയാ? 50 എന്ന് വരും. 8ൽ നിന്ന് 3 കുറച്ചാൽ 5. 50/5 എത്രയാ? 10 5 50. ശരിയല്ലേ? എത്ര വരും? 10 എന്ന് വരും. അപ്പം നിങ്ങൾ പറ, കോമൺ ഡിഫറൻസ് കിട്ടിയില്ലേ? 10 അല്ലേ? ഇനി 1ാമത്തെ ടേം കാണാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് 2ാമത്തെ ടേം അറിയോ? നമുക്ക് ആരെയൊക്കെ അറിയാം? നമുക്ക് അറിയുന്ന ആളെന്ന് പറഞ്ഞേ.
മൂന്നാമത്തെ ടേം അറിയായിരുന്നു അല്ലേ? മൂന്നാമത്തെ ടേം എത്രയാ? 30. അപ്പോൾ കൺഫ്യൂഷൻ ഉള്ളവർ ഇതേപോലെ ഒന്ന് വരച്ച് നോക്കുക. വരയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും നിങ്ങൾക്ക് കോൺസെപ്റ്റ്. മൂന്നാമത്തെ ടേം 30. നമ്മളോട് ചോദിച്ചത് ആദ്യത്തെ 3 ടേംസ് എഴുതാനല്ലേ പറഞ്ഞത്? 3 ടേംസ് തന്നെയല്ലേ ചോദിച്ചുള്ളൂ. ആദ്യത്തെ 3 പദങ്ങൾ എഴുതുക. ഈ മൂന്നാമത്തെ പദത്തിൽ നിന്ന് ആദ്യത്തെ 3 എന്ന് പറഞ്ഞാൽ x1 x2 x3 ആണ് അല്ലേ? അപ്പം മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെയും കിട്ടണം, ഒന്നാമത്തെയും കിട്ടണം. രണ്ടാമത്തത് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൂന്നാമത്തെ പൊസിഷനിൽ നിന്ന് ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറയ്ക്കുക, എന്നാലല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ 30-ൽ നിന്ന് എത്രയാണ് കുറയ്ക്കേണ്ടത്? പൊതുവ്യത്യാസം എത്രയാ? 10. 30 - 10 എത്ര വരും? 20 എന്ന് വരും. ശരിയല്ലേ? 20-ൽ നിന്ന് പിന്നെ എന്ത് ചെയ്യുന്നു? ഒരു പ്രാവശ്യം കൂടി കോമൺ ഡിഫറൻസ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പൊസിഷനിലെത്തും. 20-ൽ നിന്ന് പിന്നെ ഒരു 10 കൂടെ കുറയ്ക്കുന്നു. അപ്പോൾ എത്ര കിട്ടും? 10 എന്ന് വരും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ 3 ടേംസ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? 10, 20, 30. സിമ്പിളായിട്ട് കിട്ടിയില്ലേ? ഒന്നുകൂടി പറഞ്ഞുതരാം. x2 കിട്ടാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ ടേമിൽ നിന്നില്ലേ ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറയ്ക്കുന്നു. മൂന്നാമത്തെ ടേം 30 നമുക്ക് എപ്പോഴോ കിട്ടിയിട്ടുണ്ട്. 30 - 10 20. അതേപോലത്തെ x1 കിട്ടാൻ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറയ്ക്കുന്നു. ബാക്കോട്ട് പോരുകയാണ് അല്ലേ? 3-ൽ നിന്ന് 2, 2-ൽ നിന്ന് 1. അപ്പോൾ കോമൺ ഡിഫറൻസ് കുറച്ച് വരിക വേണ്ടേ? 20-ൽ നിന്ന് d കുറയ്ക്കുന്നു. d എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? 10 അല്ലേ കോമൺ ഡിഫറൻസ്? 20-ൽ നിന്ന് 10 കുറച്ചാൽ 10. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടേംസ് ഏതൊക്കെയാ? 10, 20, 30. കിട്ടിയല്ലോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എല്ലാവർക്കും കിട്ടിയില്ലേ സിമ്പിളായിട്ട്? ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേപോലത്തെ ചോദ്യങ്ങൾ കണ്ടാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ കറക്റ്റ് കോൺസെപ്റ്റ് പിടികിട്ടിയ ഒരാൾക്ക് ഈ ചോദ്യങ്ങളൊന്നും ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. ഇത് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കൂടും. ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ്. നിങ്ങളെ ഫൈനൽ എക്സാമിനായാലും ഓണത്തിലായാലും ക്രിസ്മസിനായാലും എല്ലാത്തിനും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? കറക്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ ചോദിക്കാം. അപ്പം അടുത്ത ക്ലാസ്സിൽ ബാക്കി ചോദ്യങ്ങളായിട്ട് കാണാം. താങ്ക്